നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഏതു വിധേനയും ഇന്ത്യയുടെ സ്വൈര്യം കെടുത്തിക്കൊണ്ടിരിക്കുക, ഇതാണ് പാകിസ്ഥാന്റെ നിലപാട്. ലോകരാജ്യങ്ങളെല്ലാം ഇതറിയണം. പുൽവാമ ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇന്ത്യയിലെ സർക്കാർ ഓൺലൈൻ സംവിധാനങ്ങളിൽ പാക് സൈബർ ആക്രമണം നടത്തുകയാണ്. പുൽവാമയിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരാക്രമണത്തിൽ 44 CRPF ജവാന്മാർ വീരമൃത്യു വരിച്ചതിനു പിന്നാലെയാണ് സർക്കാർ സംവിധാനങ്ങളിൽ നുഴഞ്ഞുകയറാൻ ശ്രമമുണ്ടായത്. നാശം വിതയ്ക്കുന്ന യുദ്ധങ്ങളെക്കാൾ ഇന്ന് ലോകം ഭയക്കുന്നത് സൈബർ ലോകത്തെ ആകെ നശിപ്പിക്കുന്ന ഹാക്കർമാരെയാണ്. എങ്ങനെ, എവിടെ നിന്ന് ഹാക്കർമാർ നുഴഞ്ഞു കയറുമെന്ന് പ്രതീക്ഷിക്കാനാകില്ല. അതീവ രഹസ്യ വിവരങ്ങളും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങളും ഹാക്കർമാർ ചൂഴ്ന്നെടുക്കുമോ എന്ന ഭയത്താൽ ഇതിനെ പ്രതിരോധിക്കാൻ കോടിക്കണക്കിന് രൂപയാണ് ഓരോ രാജ്യവും ചെലവഴിക്കുന്നത്. 90-ലേറെ സർക്കാർ വെബ്സൈറ്റുകൾക്ക് ഭീഷണി ഉണ്ടായെന്നും ഹാക്കർമാരെ തുരത്തിയെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ആശങ്കകൾ ഒഴിഞ്ഞിട്ടില്ല. ബംഗ്ലാദേശ് ആസ്ഥാനമാക്കിയ പാക് ഹാക്കർമാരാണ് വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യാൻ ശ്രമം നടത്തിയതെന്ന് വ്യക്തം. പതിവില്ലാത്ത നീക്കങ്ങൾ ഉടൻ കണ്ടെത്തി ഉദ്യോഗസ്ഥർ ചെറുക്കുകയായിരുന്നു. ധനകാര്യ ശൃംഖല, പവർ ഗ്രിഡ് മാനേജ്മെന്റ് സിസ്റ്റം എന്നിവയിൽ നുഴഞ്ഞുകയറ്റ ശ്രമമുണ്ടായി. വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കാനും കൂട്ടായ നീക്കമുണ്ടായി. ബാലാക്കോട്ട് വ്യോമാക്രമണത്തിന് പിന്നാലെ നടന്ന പാക് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പടിഞ്ഞാറൻ വ്യോമ കമാൻഡർ മേധാവിയായിരുന്ന മലയാളി എയർ മാർഷൽ സി ഹരികുമാറിനെ പുറത്താക്കിയെന്ന വാർത്ത ഇത്തരത്തിൽ സൃഷ്ടിച്ചതാണെന്ന് വിലയിരുത്തൽ. എന്നാൽ കാലാവധി പൂർത്തിയാക്കിയതിനെ തുടർന്നാണ് ഹരികുമാറിന് പകരം മറ്റൊരു മലയാളിയായ എയർ മാർഷൽ രഘുനാഥ് നമ്പ്യാർ സ്ഥാനമേറ്റെടുത്തത്. അതിവേഗത്തിൽ വളരുകയാണ് ആഗോള ഹാക്കിംഗ് ശൃംഖല. കമ്പ്യൂട്ടറുകളിൽ നിന്ന് മൊബൈലിലേക്കും കാറുകളിലേക്കും ഒടുവിൽ മനുഷ്യജീവൻ തന്നെയും റാഞ്ചിയെടുക്കാൻ പാകത്തില് ഹാക്കിംഗ് വികാസം പ്രാപിച്ചിരിക്കുന്നു. പ്രമുഖ രാജ്യങ്ങളും ആഗോള കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും വ്യക്തികളും എല്ലാം പോയ വർഷം ഹാക്കിങ്ങിന് വിധേയരാകപ്പെട്ടു. ഒരു ലാപ്ടോപ്പും നെറ്റ്വർക്ക് കണക്ഷനും ഉണ്ടെങ്കിൽ ആർക്കും ആരെയും ഹാക്ക് ചെയ്യാമെന്നിരിക്കെ ഇന്റർനെറ്റിന്റെ വിശ്വാസ്യത തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. 2015 അതിർത്തിയിലും ക്രിക്കറ്റിലും നിറഞ്ഞു നിന്ന വൈര്യം ഇന്ത്യയും പാകിസ്ഥാനും സൈബർ ലോകത്തേക്ക് വ്യാപിപ്പിച്ച വർഷം. ഇന്ത്യൻ സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ തകർത്ത പാക് ഹാക്കർമാർ PSC അടക്കമുള്ള കേരള സർക്കാർ സൈറ്റുകളും ആ വർഷം അട്ടിമറിച്ചു. നടൻ മോഹൻലാലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പാക് ഹാക്കർമാർ പിടിച്ചടക്കി. 24 മണിക്കൂർ തികയും മുമ്പേ പാക് സർക്കാരിന്റെ വെബ്സൈറ്റുകൾ തകർക്കപ്പെട്ടത് ഹാക്കിങ്ങിന് പ്രാദേശിക ആഗോള അതിർത്തികളില്ലാതായി എന്നതിന് തെളിവാണ്. അങ്ങനെ ഇന്ത്യയുടെ അതിർത്തി മുതൽ അടുക്കള വരെ പാകിസ്ഥാൻ നുഴഞ്ഞു കയറുകയാണ്. ഇതിനെ നേരിടാൻ രാജ്യത്ത് ഇപ്പോൾ ശക്തമായൊരു ഭരണകൂടമുണ്ട്. അടിച്ചാൽ തിരിച്ചടിക്കാൻ കരുത്തുള്ള നയതന്ത്ര വിദഗ്ധരുള്ള ഭരണകൂടം. അതുകൊണ്ടാണ് പുൽവാമയിൽ പൊലിഞ്ഞ 44 സൈനികരുടെ മരണത്തിന് 12 ദിവസത്തിനുള്ളിൽ പാകിസ്ഥാനിൽ കയറി പകരം വീട്ടിയത്. ഇത് ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ ഉള്ളതുകൊണ്ടാണെന്ന് ഓർമ്മിക്കണം. എന്നാൽ ആധുനിക ലോകത്തിനൊപ്പം ഭീകരവാദത്തിന്റെ മുഖവും മാറിക്കൊണ്ടിരിക്കുകയാണ്. കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഒക്കെ സജീവമായ കാലത്ത് ഭീകരവാദികൾ ഹാക്കർമാരുടെ റോളിലാണ് ഇടപെടുന്നത്. ഇതിനെ ചെറുക്കാൻ ഇന്ത്യയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർക്ക് കഴിയുമെന്ന് തന്നെയാണ് രാജ്യം വിശ്വസിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.